കോഴിക്കോട് ബിഷപ്പ് അഭിവന്ധ്യ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് അദ്ദേഹം നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നമ്മളോടൊപ്പം ചേരും. ഓശാന പെരുന്നാൾ തയ്യാറെടുക്കുകയാണ്. പെരുന്നാളിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിനാണ് ബിഷപ്പ് എത്തിയിരിക്കുന്നത്. ആശംസകൾ ബിഷപ്പ്. SKൻ്റെ മോർണിംഗ് ഷോയിലാണ്. അപ്പം ഈ ഓശാന പെരുന്നാളിൻ്റെ ഒരു പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ എത്രമാത്രമാണ് എന്നുള്ളതും ഒപ്പം മറ്റ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇന്ന് ലോകമെമ്പാടും ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആഘോഷമായ ജെറൂസലം പ്രവേശനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ തിരുനാൾ. ആ ഈശോ ജെറൂസലമിൽ വന്നപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ ആഘോഷപൂർവം ഒലിവില ശാഖകളും ഏന്തിയിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യേശു വരുന്നത് ഒരു കഴുതപ്പുറത്തു കൂടിയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കഴുത ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു മൃഗമാണ്. അതുപോലെ തന്നെ ആരും ഉപയോഗിക്കാത്തൊരു മൃഗമാണ് ജെറൂസലത്തിലേക്ക് പോകാനായിട്ട് യേശു ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളെ വേണ്ടാന്ന് പറയുന്ന ഒരാളുണ്ട്. അത് ദൈവമാണ്, അത് യേശുക്രിസ്തുവാണ്. അതുപോലെ തന്നെ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ ആ ജനം വിളിച്ചു പറഞ്ഞത് ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ എന്നാണ്. ഇന്ന് നമ്മളെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? രാഷ്ട്രീയത്തിലായാലും മറ്റു മേഖലകളിലൊക്കെ ആയാലും പലരും അവഗണിക്കപ്പെടുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. നിങ്ങളൊരു കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതും ദൈവം മാത്രമേ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമേ നമ്മളെ രക്ഷിക്കുന്നുള്ളൂ എന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ അതുപോലെ മറ്റുള്ളവരൊക്കെ പലതൊക്കെ നമ്മളോട് പറയും. പക്ഷേ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ശക്തി ദൈവം തന്നെയാണ്. ആ ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരവസരം ഈ ഒരു തിരുനാൾ നമുക്ക് നൽകുകയാണ്. പിതാവ്, തെരഞ്ഞെടുപ്പ് വേള കൂടിയാണ്. സാധാരണ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത് പിതാക്കന്മാരാണ്. ഈ ഓശാനയുടെ ദൈവത്തിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനമാണ് അങ്ങ് നൽകിയത്. ഈ സമയത്തുള്ളൊരു മെസ്സേജ് എന്താ? അതെ, നമ്മുടെ ഇലക്ഷൻ വരികയാണ്. സാധാരണയായിട്ട് മെത്രന്മാർ ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ അങ്ങനെ പറയാറില്ല. കാരണം നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മനസാക്ഷിക്കനുസരിച്ച് ജനം നല്ല ആളുകളെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകുന്ന ആൾ, മുഖ്യമന്ത്രിയാകുന്ന ആൾ, ഏതൊക്കെ സ്ഥാനങ്ങളിലൊക്കെ വരുന്ന ഭരണഘടന അവർക്ക് നൽകുന്ന അധികാരം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയായിരിക്കണം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. എനിക്ക് പിതാവേ, ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിൽ 24/7 ചേർന്നതിലേറെ സന്തോഷം. താങ്ക് യു.